ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നിങ്ങൾ അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം നിലവിലെ നീറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഊഹാപോഹങ്ങളും മറ്റ് ചില വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചില ഗസ് വർക്കുകളൊക്കെ ഇപ്പോൾ എന്തുണ്ട് നിലവിൽ മാർക്കറ്റിലുണ്ട്. പലരും ഇങ്ങനെയായിരിക്കും നീറ്റ് എന്ന് പറയുന്നു, ചില ആൾക്കാർ അങ്ങനെയല്ല ഇങ്ങനെയായിരിക്കും നീറ്റ് 2027 എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു 6 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മുഴുവൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യാം. സോ ആ ടോപ്പിക്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് CBT, 2 ഫേസുകളാണ്, സിലബസും മാർക്കിങ്ങും ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് 50% ബോർഡ് വെയിറ്റേജ്, മറ്റൊന്ന് ഏജ് ലിമിറ്റ്, മറ്റൊന്ന് അറ്റംപ്റ്റ് ലിമിറ്റ്. 1 by 1 നമുക്ക് പോകാം. റെഡി? അപ്പോൾ ആദ്യത്തേതാണ് CBT. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഈ ചാനലിൽ ഉണ്ടാവും, നിങ്ങൾക്ക് വേണേൽ കയറി നോക്കിയാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിലവിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നീറ്റ് അതായത് 2027 ഓൺലൈൻ ആയിരിക്കും. ഓൺലൈൻ മീൻസ് CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്ത് ഓൾറെഡി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞു. അതിനുശേഷം മെയ് 30 എന്തും പറഞ്ഞു, NTA സുപ്രീം കോടതിയിലും പറഞ്ഞു അടുത്ത വർഷം എന്തായിരിക്കും നീറ്റ് CBT ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. 2027 99.99% CBT എന്നായിരിക്കും കേട്ടോ. അതൊരു 100% കൺക്ലൂസീവ് ആയിട്ട് ഒഫീഷ്യൽ ഡാറ്റ ഒന്നും അത് പറയാൻ പറ്റില്ല, പക്ഷേ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അക്കാര്യത്തിൽ എന്ത് വേണ്ട, കൺഫ്യൂഷൻ വേണ്ട. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ലൈക്ക് JEE. സെക്കൻഡ് പോയിന്റ് ഫേസസ് ആണ്. ഇപ്പൊ JEE എക്സാമിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. JEE മെയിൻസ് അല്ലെങ്കിൽ JEE അഡ്വാൻസ് പറഞ്ഞ 2 സെഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നടത്താറ് കേട്ടോ. 2 ലെവൽസ് ഉണ്ട്, ഫേസ് നല്ല 2 ലെവൽസ് ഉണ്ട്. അപ്പോൾ JEE മെയിൻസ് ക്ലിയർ ചെയ്തവർക്ക് മാത്രമേ അഡ്വാൻസ് എഴുതാൻ പറ്റൂ. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതേപോലെ ഒരു പരിപാടി എന്തിനും കൊണ്ടുവരണം, നീറ്റിനും കൊണ്ടുവരുന്ന ഒരു കൂട്ടർ പറയുന്നുണ്ട്. അതായത് JEE ഉള്ളതുപോലെ സിംഗിൾ ഫേസ് അല്ലാതെ 2 ഫേസ് ആയിട്ട് ആദ്യം ഒരു മെയിൻസ് നടത്തുന്നു, മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്നവർ മാത്രം അഡ്വാൻസ്ഡ് എഴുതുന്നു, അതിനനുസരിച്ച് അഡ്മിഷൻസ് നടത്തുന്നു. അപ്പം അങ്ങനെ ഒരു കേസ് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഊഹാപോഹങ്ങൾ മാത്രമാണ് നിലവിൽ. ഇതിനെക്കുറിച്ച് എന്തില്ല, ഒരു ക്ലാരിറ്റിയും ഇല്ല. അപ്പോൾ നിലവിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ഫേസ് തന്നെ ആയിരിക്കും 2027 നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. 2027 സിംഗിൾ ഫേസ് ആവാൻ തന്നെയാണ് കൂടുതൽ പ്രോബിലിറ്റി. മേ ബി അതിന് ശേഷമുള്ള 2028 29 ശേഷം ഒക്കെ മേ ബി 2 ഫേസ് ആയിട്ടുള്ള നീറ്റ് എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാം. റെഡി? ഇനി അടുത്തത് സിലബസും മാർക്കിങ്ങുമാണ്. 2027 സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പിക്കാം, അതായത് ഓൾറെഡി ഇപ്പം ഡ്രോപ്പേഴ്സ് പല കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ടോ, ഡ്രോപ്പ് എടുത്ത് റിപ്പീറ്റേഴ്സ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് എന്ത് ചെയ്യാറുണ്ട്, പൊതുവെ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒറ്റയടിക്കൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിലബസും ആ മാർക്കിംഗ് സ്കീം 720 മാർക്കിംഗ് സ്കീം ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി എന്ത് ചെയ്യും, ഇപ്പോഴേ പ്രഖ്യാപിക്കും. ഞങ്ങൾ 2030 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടാണ് പറയാം. അതായത് ഇപ്പോഴത്തെ കുട്ടികൾ 1 വർഷമോ 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുക, അങ്ങനെ ഡിസിഷനിലോട്ട് എടുക്കുക. അപ്പോൾ ഇപ്പോഴെന്തായാലും സിലബസ് ചേഞ്ചിലും അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീമിലും ചേഞ്ച് ഉണ്ടാവാൻ സാധ്യത വളരെ 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 കുറവാണ് കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഇനി മറ്റൊന്നാണ് 50% ബോർഡ് മാർക്കിന്റെ വെയിറ്റേജ് ഈ എക്സാംസിന് കൊണ്ടുവരാമെന്ന് പറയുന്നു. ഏതുപോലെ നമ്മുടെ കേരളത്തിലെ കീം പോലെയൊക്കെ തന്നെ. കീമിൽ 50% മാർക്ക് +2 ബോർഡ് മാർക്കിന്റെ വെയിറ്റേജ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നീറ്റിനും JEEക്കും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റീസൺ ആയിട്ട് അവർ പറയുന്നത്, ഈ കോമ്പറ്റീവ് എക്സാംസിൽ കോച്ചിങ് ഇൻഡസ്ട്രി താഴ്ച വളരെയാണ്. അവിടെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തില്ല, അവിടെ കിട്ടാത്തത് ഇതിലൂടെ ഒഴിവാക്കാമെന്നൊക്കെയാണ് അതിൻ്റെ ഒരു ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രപ്പോസൽ മാത്രമാണ് നിലവിൽ. ഇത് ഇപ്പോൾ ഒരു കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നീറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വെച്ച കമ്മിറ്റി അവർ പറഞ്ഞത് ഇതൊരു പ്രപ്പോസൽ മാത്രമാണ് ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് 2027 അത് എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം ഇപ്പോൾ പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാലും ഇപ്പോൾ നിലവിൽ ക്ലാസ് 12 പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് ആദ്യമേ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ വർഷം 2027 പാസ് ഔട്ട് ആവും. അപ്പോൾ ആ നീറ്റിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം കൺസിഡർ ചെയ്യാൻ ചാൻസ് ഇല്ല. അതുപോലെ ഇപ്പോൾ തന്നെ ക്ലാസ് 11 പല സംസ്ഥാനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പാസ് ഔട്ട് ആവുന്ന 2028 ഇത് എന്ത് ചെയ്യാൻ നടപ്പാക്കാൻ പോകുന്നില്ല. മേ ബി ഇത് നടപ്പാക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ അതെത്തായിരിക്കും ആഫ്റ്റർ 2029 ഓർ 2030 നടത്തുന്നുണ്ടോ. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 2 ഇയറിലേക്കൊന്നും എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യേണ്ട ചാൻസ് വളരെ കുറവാണ്. നെക്സ്റ്റ് ഒന്നാണ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസൽ തന്നെയാണ്, ഒരു ഏജ് ലിമിറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെക്കണം. അതായത് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വയസ്സിലും കയറാം എന്നുള്ളതൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പല ആർഗ്യുമെന്റ്സും പല കേസുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്,
പല മറ്റ് ഡിഗ്രി കോഴ്സസ് ചെയ്ത ആൾക്കാരും MBBS എടുത്തിട്ട് നല്ല നല്ല രീതിയിൽ MBBS ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല നല്ല ഡോക്ടേഴ്സ് ആവാറുണ്ട്. അപ്പോൾ ഒരു ഏജ് ലിമിറ്റിനുമായി ബന്ധപ്പെട്ടുള്ള തർക്കം പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ അതിലെന്തില്ല, ഒരു സംഭവം പെട്ടെന്ന് എടുക്കാൻ ചാൻസ് ഇല്ല. ഏജ് ലിമിറ്റിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണം. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് ഓവറായി എനിക്ക് എക്സാം എഴുതാൻ പറ്റാണ്ടാവോ എന്ന ടെൻഷനൊന്നും ഇപ്പോൾ നിലവിൽ വേണ്ട. അങ്ങനത്തെ ഒരു കേസ് ഇപ്പോൾ നിലവിലില്ല. ഇപ്പം ആസ് ഓഫ് നൗ അങ്ങനെ ഒരു സംഗതി ഇല്ല. അതേപോലെ തന്നെയാണ് അറ്റംപ്റ്റ് ലിമിറ്റും. അതായത് ഇപ്പോൾ JEE അഡ്വാൻസിനൊക്കെ എന്തുണ്ട്, അറ്റംപ്റ്റിന് നമ്പർ ഓഫ് ലിമിറ്റ് ഉണ്ട് അല്ലോ. അപ്പോൾ ആ ലിമിറ്റ് ഉള്ളത് കൊണ്ട് അവിടെ എന്താണ്, ഒരുപാട് തവണ 3-4 തവണ ഒക്കെ ഡ്രോപ്പ് എടുത്ത്, അതായത് റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ്, അതിനെ മുകളിൽ എന്ത് റിപ്പീറ്റ് ആണെന്ന് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കിത് ബാധിക്കുമോ എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എടാ അങ്ങനെ ഒരു കേസും ഇപ്പോൾ നിലവിലില്ല കേട്ടോ. അതൊന്നും ഇപ്പോൾ എന്തില്ല, ഇവരെ കൺസിഡറേഷൻ ഇല്ല. അറ്റംപ്റ്റ് ലിമിറ്റും ഏജ് ലിമിറ്റും എന്തായാലും 2027 നീറ്റിനോ 2028 നീറ്റിനും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മേ ബി അതിന് ശേഷമുള്ള നീറ്റിലൊക്കെ മേ ബി ഇങ്ങനത്തെ ചേഞ്ചസ് വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, ഈ വർഷം +2 സ്റ്റുഡൻസ് ആയിട്ടുള്ള നീറ്റ് ആസ്പിറൻസിന് വേണ്ടി നമ്മളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ക്വസ്റ്റ്യൻസ് ഒക്കെ PYQs തന്നെയാണ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ജോയിൻ ചെയ്യാം കേട്ടോ.